ഹായ്, ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്യാതെ എങ്ങനെ മറ്റൊരാൾക്ക് മെസ്സേജ് അയക്കാമെന്നാണ്. നമ്മൾ ജോബൊക്കെ നോക്കുമ്പം ചില പരസ്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ ആ നമ്പർ എടുത്തിട്ട് നമ്മുടെ റെസ്യൂമുകളും സി വിയൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കാൻ നേരത്ത് നമ്മൾ ചെയ്യുന്നത് ആ നമ്പർ നമ്മുടെ മൊബൈൽ സേവ് ചെയ്തിട്ടാണ്. കൂടാതെ നമ്മുടെ മൊബൈൽ സേവ് ചെയ്യാതെ മറ്റൊരാൾക്ക് നമുക്ക് മെസ്സേജ് അയക്കാനും എല്ലാം പറ്റും. അത് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതിനായിട്ട് നമ്മുടെ ഫോണിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. താഴെ നമുക്ക് കോൾ എന്നൊരു ഓപ്ഷനുണ്ട്, അത് കാണാൻ പറ്റും. കോളെന്ന് ക്ലിക്ക് ചെയ്യാം. കോളിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിൽ ഡയൽ എന്ന ഓപ്ഷനുണ്ട്, ഡയൽ എന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് അവരുടെ ഫോൺ നമ്പർ നമുക്ക് ടൈപ്പ് ചെയ്യാം. വാട്സപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പേര് കാണാൻ പറ്റും. മെസ്സേജ് ഓപ്ഷൻ ഉണ്ടോ, ഈ മെസ്സേജ് ക്ലിക്ക് ചെയ്യുക. ഡയറക്റ്റ് നമുക്ക് ആ മെസ്സേജിലേക്ക് വരുന്നതാണ്. ഐഫോണിലാണ് കാണിച്ചു തരുന്നത്. ആൻഡ്രോയിഡ് ആണെങ്കിൽ നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. താഴെ നമുക്ക് കാണാം കോൾസ് എന്ന് കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യാം. മേളിൽ കാണുന്ന ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. കോൾ എ നമ്പർ എന്ന് കാണാൻ പറ്റും, ഈ കോൾ എ നമ്പർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആരുടെ ഫോണിലേക്കാണ് മെസ്സേജോ നമ്മുടെ ഡോക്യുമെൻറ്റ്സോ സി വിയോ അയക്കേണ്ടത് ആ നമ്പർ ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആദ്യമേ കോഡ് ഇല്ലാതെ ഒന്ന് അടിച്ചു നോക്കുക. ആ വാട്സപ്പ് കിട്ടുന്നില്ലെങ്കിൽ കോഡ് ഇട്ടിട്ട് അടിച്ചു നോക്കുക. താഴെയായിട്ട് നമ്മുടെ ആരുടെ വ്യക്തിക്കാണോ അയക്കേണ്ടത് അവരുടെ വാട്സപ്പ് കാണാൻ പറ്റും. എന്നിട്ട് ഈ താഴെ കിടന്ന ചാറ്റ് ഓപ്ഷൻ കണ്ട് ചാറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ ചാറ്റിലേക്ക് വരുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ പിന്നെ നമുക്ക് നമ്മുടെ സി വികളോ എന്ത് സെൻഡ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യമേ ഉള്ളൂ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ്. ഓക്കെ, ബൈ.